ഹായ്. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി വിഷു. കണിക്കൊന്ന ഇല്ലാതെ എന്ത് വിഷു അല്ലേ? അപ്പോൾ നമുക്കിന്ന് കണിക്കൊന്ന പൂവ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അപ്പോൾ ഞാനതിന് ക്രേപ്പ് പേപ്പർ ആട്ടോ എടുത്തേ. ക്രേപ്പ് പേപ്പർ ഇതേപോലെ മടക്കി എടുത്തിട്ട് ഇങ്ങനൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ തണ്ട് ചെറുതായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കാം. പിന്നെ ഗ്രീൻ ക്രേപ്പ് പേപ്പർ എടുത്ത് അതും ഇതുപോലെ ചുരുട്ടി കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കാം. ഇനി ഒരു കമ്പി എടുത്ത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വളച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഗ്രീൻ പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ കൂടി കടത്തിയെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഓരോ പെറ്റൽസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ത്രെഡ് കൊണ്ട് അതിങ്ങനെ ചുറ്റിയെടുക്കാവേ. അപ്പോൾ ടോട്ടൽ 5 പെറ്റൽസ് ആട്ടോ കണിക്കൊന്നയ്ക്കുള്ളത്. അങ്ങനെ നമുക്ക് എല്ലാ പെറ്റൽസും ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ നൂല് കൊണ്ട് ചുറ്റിയെടുക്കാവേ. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് കുറച്ച് മുട്ട ഉണ്ടാക്കി എടുക്കാവേ. അപ്പോൾ അതിന് ഇതേപോലെ ഒരു കമ്പിയിൽ കുറച്ച് പേപ്പർ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഒരു യെല്ലോ പേപ്പർ വെച്ച് ഇങ്ങനെ ചുറ്റിയിട്ട് പിന്നെ തണ്ടിനായിട്ട് നമുക്ക് ഗ്രീൻ പേപ്പർ ഇങ്ങനെ ഫുള്ള് ചുറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ ഫ്ലവറിനും ഗ്രീൻ പേപ്പർ ഇങ്ങനെ ചുറ്റി തണ്ടാക്കി എടുക്കാവേ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സും പിന്നെ കുറച്ച് മുട്ട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു നീളത്തിലുള്ളൊരു കമ്പി എടുത്ത് അതിൻ്റെ അറ്റത്ത് ഒരു മുട്ട ഇതേപോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഫുള്ള് നമുക്ക് ഒരു ഗ്രീൻ പേപ്പർ ഇങ്ങനെ ചുറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഓരോന്നും ഇതിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം മുട്ടുകളാട്ടോ ഞാൻ വെക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലവേഴ്സ് വെക്കാം. അപ്പോൾ കുറച്ച് മടിയായതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.